നീ എന്നും വീട്ടിൽ വരുന്ന കിളികളോട് വർത്തമാനം പറയാറില്ലേ? ആ കിളികളെല്ലാം നിന്നെ കാത്തിരിപ്പുണ്ട്. അവരോട് പറ, ഞാൻ പഠിക്കാൻ പോവാണെന്ന് പറയൂ. നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പോയി നീ 5-6 വ്യാകരണം വായിലേക്കിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പോഴേ പോയി മറഞ്ഞു നാനാ ജഗത് മനോരമ്യ ഭാഷ. നീ പോയി ഇവിടെ വ്യാകരണം പഠിച്ചാൽ ആ ഭാഷയ്ക്ക് ചതുരങ്ങൾ ഉണ്ടാകും. അത് വടികുത്തതാണ്. അത് കൊണ്ടാ പിന്നെ മുറിയും ഇല്ലേ? ായി വന്നിട്ട് കിളികളോട് സംസാരിക്കാൻ കഴിയില്ല. നിനക്ക് പിന്നെ കിളികളോട് സംസാരിച്ചാൽ, കോഴിയോട് സംസാരിച്ചാൽ, വീട്ടിലെ പശുവിനോട് സംസാരിച്ചാൽ, വീട്ടിലെ ആടിനോട് സംസാരിച്ചാൽ നിനക്ക് മാനസിക വിഭ്രാന്തി ഉള്ളവനാണെന്ന് ജനം പറയും. പോയി നീ 5-6 വ്യാകരണം വായിലേക്കിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പോഴേ പോയി മറഞ്ഞു നാനാ ജഗത് മനോരമ്യ ഭാഷ. ഭാഷയുടെ സൗന്ദര്യം പോയി. 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം കലർന്നു കളിമ്പമാർന്നു. പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും ദിവ്യക്കുമാക്കി മാറ്റി. അപ്പൊ നമ്മളെ വേർതിരിവ് വരുത്തി.